നല്ല ഹണ്ടിങ്ങിന് ഇറങ്ങിയേക്കാണ് നമ്മൾ. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പ്രയാറ് ഏകദേശം ചുറ്റുപാടായിട്ട് വരും. ഇന്ന് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ATCയുടെ കോമ്പാക്റ്റ് ബൈറ്റ് കാസ്റ്റിംഗ് റീലാണ്. ഡെയ്വയുടെ ബ്രൈഡ് 32 LB ആണ്. പിന്നെ ചേറോൻ്റെ റോഡ് ചേറോൺ ഫ്രോഗ് ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്. ഇതൊക്കെ വെച്ചാൽ ഇന്നെന്തായാലും ചേറോനെ മാത്രം പ്രതീക്ഷ ഇറങ്ങിയേക്കണേണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ സുഹൃത്ത് ജിമ്മി കൂടെയുണ്ട്, പിന്നെ ഇക്ബാലുണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്കി ഗെയിമിലാണ് ഇന്ന്. കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് നമ്മളിപ്പോൾ എല്ലാ ചാനലുകാരും, എല്ലാ ചൂണ്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരേ ചാനലുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് പറയണമെന്നില്ല, സുഹൃത്തുക്കളെല്ലാവരും എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാവരും അനുഭവിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യണത്. ആരുടെ ആണെങ്കിലും നമുക്ക് ഫ്രീ ആക്കി ഇട്ടേക്കണ MD, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു ലൈക്കോ ഒരു ഷെയറോ കമൻറ്റോ ചെയ്യണേന്. അപ്പോൾ അതിൽ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ചേറാ നല്ല സൈസ് സാധനം ഉണ്ടോ? നല്ല സൈസ്, നല്ല മുഴുത്ത ചേറാനാണ്. നല്ല മീൻസ് ഒക്കെ ഉണ്ടോ? നല്ല മീൻസ് ഏകദേശം ഒരു 1.5 കിലോ വരും. നല്ല സൈസ് ചേറ. ഒന്നും അങ്ങോട്ട് വിടർത്തി ഇങ്ങനെ താഴത്തേക്ക് കൂടെ പിടിച്ചു. നല്ലൊരു ബ്രാല് പോയി. കുഞ്ഞിക്കാറ്റ് ബ്രാല്, നല്ല ബ്രാല്, വളർത്താൻ പറ്റിയ ബ്രാല്, ചെറിയ ബ്രാല്, നല്ല ബ്രാലിട്ടാ, ചെറിയ ബ്രാല്. നമുക്കിങ്ങനെ ഒഴിവാക്കാം.
വരാലോണേക്ക് വരാതാണോ? നമ്മുടെ അമ്മച്ചി ചൂണ്ടിടാൻ പോകുന്നില്ല. എൻ്റെ മോനെ ഞാൻ ഇവിടെ തന്നെ ഉള്ളത്. എൻ്റെ വീട് മുട്ടം. എന്നെ കെട്ടിക്കൊണ്ടിട്ടാണ് കുഞ്ഞിനോട്ട് കൊണ്ടിട്ട് ശീലോട്ട് ഞങ്ങൾ 12 കൊല്ലം കുട്ടമശ്ശേരി താമസിച്ച് ആ കടവിൽ പോവും. റോഡിൻ്റെ താഴ്ത്തു പോയി ഇട്ട് എൻ്റെ മോനും മിഷൻ ചൂണ്ടുണ്ട്. അങ്ങനെ ഞാൻ ചെറിയ കൊണ്ടുവരുള്ളൂ. അപ്പോൾ 1.5 കിലോ കിലോട്ട് കിട്ടും. കാശ് കൊടുത്ത് മീൻ മേടിക്കാറേ ഇല്ല. നാടൻ മീൻ മാത്രം. നമ്മുടെ ബ്രാലിനെ അമ്മച്ചി കൊടുത്തു. സന്തോഷം കേട്ടാ.